ഇൻട്രാഡേ എന്താണെന്ന വാക്ക് കേട്ടിട്ടില്ലാത്ത, ഇൻട്രാഡേ എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അത് നമുക്ക് തോന്നുന്ന പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാകും എന്നാണ് എന്റെ ഊഹം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതൽ. പക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിന്ത വരും. പക്ഷെ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇൻട്രാഡേ എന്താണെന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതെ, പുതുതായിട്ട് വന്ന ആരെങ്കിലും പുതുതായിട്ട് വന്ന മാത്രമല്ല, എനിക്ക് പോലും അറിയില്ല എന്താ ഇൻട്രാഡേ. ആണോ? സാർ അവരോട് കൂടി അല്ലേ? ഞാൻ അവരോടത്തിനുണ്ട് പിന്നെ. അപ്പോ ഇൻട്രാഡേ നമുക്കറിയാം, മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്യുന്നു, 3:30 ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം. അപ്പോ ഈ 9:15 ശേഷം എപ്പോഴെങ്കിലും എൻട്രി എടുക്കുകയും അന്ന് ആ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ആ എൻട്രി, അത് ലോങ് പൊസിഷൻ ആവട്ടെ ഷോർട്ട് പൊസിഷൻ ആവട്ടെ, ഏതുമാട്ടെ, ഒരു ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ ഏതെങ്കിലും ഒരു എൻട്രി എടുക്കുകയും അത് അന്ന് തന്നെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അപ്പോ 9:15 ശേഷം എൻട്രി എടുത്തിട്ട് അതൊരു അടുത്ത സെക്കൻഡിൽ അത് എക്സിറ്റ് ചെയ്താലും ഇൻട്രാഡേ ആണ്. അതുപോലെ 9:15 ശേഷം ഒരു എൻട്രി എടുത്തിട്ട് അന്ന് വൈകുന്നേരം മാർക്ക് ക്ലോസ് ചെയ്യുന്നെങ്കിലും ഇൻട്രാഡേ ആണ്. അതായത് മാർക്കറ്റ് വർക്കിംഗ് ടൈമിൽ എൻട്രിയും എക്സിറ്റും ഒരു പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻട്രാഡേ എന്ന് പറയുന്നു. അത് പല രീതിയിലുണ്ട്. നമുക്കറിയാം, ഇക്വിറ്റി ഇൻട്രാഡേ, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ഇൻട്രാഡേ ചെയ്യുന്നുണ്ട്. എന്ത് പൊസിഷൻ ആണെങ്കിലും എൻട്രി എടുത്ത അന്ന് തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുക എന്നൊക്കെ പറയും. എക്സിറ്റ് ചെയ്തതിനെ ആ ഒരു ട്രേഡിംഗ് രീതിയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇൻട്രാഡേ. കാരണം ഏറ്റവും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇൻട്രാഡേ. അതിന് നേരെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു വശം കൂടെ ഉണ്ട്. ഏറ്റവും അധികം പണം പോകാൻ സാധ്യതയുള്ള ഒരു സെഗ്മെന്റുമാണ് ഇൻട്രാഡേ. പക്ഷേ അത് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, പണം നഷ്ടപ്പെടാൻ ഏതൊരു മേഖലയിലും പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇൻട്രാഡേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രാഡേ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയ്ക്ക് വൈദഗ്ധ്യം, സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു മാർക്കറ്റിന്റെ ഒരു സ്റ്റോക്കിന്റെ ഒരു ഇൻഡെക്സിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാനുള്ള വൈദഗ്ധ്യം നേടണം. അത് മിനിമം റിസ്കിൽ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ക്യാപിറ്റൽ അനുസരിച്ച് എനിക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് അനുസരിച്ച് മിനിമം റിസ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടാനായിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഈ കാര്യത്തിൽ വൈദഗ്ധ്യം നേടിയതിനു ശേഷമേ ഇതൊരു കരിയറാക്കി മാറ്റാനോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു വരുമാനമോ പ്രതീക്ഷിക്കാവൂ. അതുവരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് മാത്രം വേണം ഇൻട്രാഡേ ചെയ്ത് ശീലിക്കാൻ. അതല്ലാതെ ഞാൻ ഇൻട്രാഡേയിലാണ് അംഗം കുറിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം റിസ്ക് എടുക്കാൻ പറ്റുന്നവർ മാത്രമേ ആ ചെയ്ത് തുടങ്ങാവൂ. കാരണം ഇൻട്രാഡേ എന്നുള്ളത് നമ്മളുടെ ഏറ്റവും അധികം സ്കിൽ ആവശ്യമുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇൻട്രാഡേ. അതായത് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി ഇരിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് എല്ലാം മാറ്റിവെച്ചിട്ട് കൃത്യമായിട്ട് ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നത്, ഇരുന്നെങ്കിൽ മാത്രം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇൻട്രാഡേ. അപ്പം ഇൻട്രാഡേ ചെയ്യുന്നതിൽ നമുക്കറിയാം, വാഹനം ഓടിക്കുന്നവർക്ക് റേസിംഗ് കാർ അതല്ലെങ്കിൽ ഒരു എമർജൻസി ആംബുലൻസ് ഒക്കെ ഓടിക്കാൻ എന്തുമാത്രം വൈദഗ്ധ്യം ആവശ്യമാണോ അതേപോലെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രാഡേയുടെ നേട്ടം, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വൈദഗ്ധ്യം നേടിയേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മൂന്നാമത്തെ ലെവലിൽ, അതായത് ഈ നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, ഇംപ്ലിമെന്റേഷൻ ലെവൽ, എക്സ്പെർട്ടൈസ് ലെവലിൽ എത്തുന്നത് വരെ ഇൻട്രാഡേയിൽ വലിയ പ്രോഫിറ്റുകളോ അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ സ്ഥിര വരുമാനമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള നേട്ടമോ പ്രതീക്ഷിക്കരുത്. ഇവിടെ സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഉദ്ദേശിക്കുന്നത് മന്ത്ലി നോക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പ്രോഫിറ്റിൽ നിലനിർത്താൻ പറ്റണം. അല്ലെങ്കിൽ ക്വാർട്ടർലി നോക്കുമ്പോഴോ ഹാഫ് ഇയർലി നോക്കുമ്പോഴോ ഇയർലി നോക്കുമ്പോഴൊക്കെ നമുക്ക് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിൽ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ഥിര വരുമാന മാർഗമായിട്ട് കണക്കാക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 ഡിമാറ്റ് അക്കൗണ്ട് അഥവാ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ 3 അക്കൗണ്ടുകളെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ ഒന്നാമത്തെ നമുക്കറിയാം, നമ്മുടെ ഡ്രീമിന് വേണ്ടി മാറ്റിവെക്കുന്ന, നമുക്കറിയാം നമ്മുടെ 12 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ മാസം ഒരു 5-10% ഗ്രോത്ത് നേടിക്കൊണ്ട് അത്രയും ലോങ് ടൈമിലേക്ക് കൺസിസ്റ്റന്റ് പ്രോഫിറ്റും വലിയ സമ്പത്തും നേടാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ട്, അതിനെയാണ് നമുക്ക് ഒന്നാമത്തെ ഡ്രീം അക്കൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അതിനകത്ത് നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഈ ഒരു അക്കൗണ്ടിനകത്ത് ഒരാഴ്ചയിൽ 5% ഗ്രോത്ത് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാവൂ. ഒരാഴ്ചയിൽ 5% ഗ്രോത്ത്. കാരണം
നമുക്കറിയാം തോമസ് സാറ് 10%, വെറും 10,000 രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് മാസം 10% ഗ്രോത്ത് നേടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 വർഷം കൊണ്ട് അത് എവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ കണക്ക് കാൽക്കുലേറ്റ് നോക്കിയിട്ടുള്ളതാണ് മറ്റു പലരും, എല്ലാവരും, ഒട്ടുമിക്കവരും. അപ്പോ ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെ മാസത്തിൽ 10% ഗ്രോത്ത് എന്നുള്ളത് മാസത്തിൽ 20% ഗ്രോത്ത് ആയിട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നു. കാരണം നമുക്കറിയാം ആ ഒരു അക്കൗണ്ടിൽ ഒരു പരിധി കഴിയുമ്പോഴേക്ക് അതിന് എക്സ്പെൻസുകൾ വരും, കൺസിസ്റ്റന്റ് ചിലപ്പോൾ പ്രോഫിറ്റ് നിലനിർത്താൻ പറ്റാതെ വന്നു വരും, അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിലും ഫൈനലി നമുക്കൊരു 10% റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും 20% പെർ മന്ത് ഗ്രോത്ത് നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ പെർ മന്ത് 20% ഗ്രോത്ത് നോക്കുമ്പോൾ നമ്മൾ അതിന്റെ വീക്കിലി ടാർഗറ്റ് ആയിട്ട് വീണ്ടും റീഡിസൈൻ ചെയ്യുന്നു. അപ്പൊ ഒരു മാസത്തിൽ 4 ആഴ്ചയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 20% ഒരു മാസം ടാർഗറ്റ് എന്ന് വരുമ്പോൾ ആഴ്ചയിലേക്കുള്ള 4 ആഴ്ചയിലേക്കുള്ള ടാർഗറ്റ് ആയിട്ട് അത് മാറ്റിമറിക്കുമ്പോൾ നമുക്കറിയാം അത് ആഴ്ചയിൽ 5% ഗ്രോത്ത് ആയിട്ട് മാറുന്നു. അപ്പൊ ഈ 5% ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്റെ അക്കൗണ്ടിൽ ഇന്ന് എത്ര ക്യാപിറ്റൽ ഉണ്ടോ അതിന്റെ 5% ഗ്രോത്ത് ഈ ആഴ്ചയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ആ അക്കൗണ്ടിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുന്നു. പിന്നെ ആ അക്കൗണ്ട് ഒരിക്കലും തൊടില്ല, ആ ആഴ്ചയിൽ തൊടില്ല, അടുത്ത ആഴ്ചയിൽ മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ. ആ ഓപ്പൺ ചെയ്യുമ്പോൾ പോലും എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഏതുമാവട്ടെ, ഓപ്ഷനാവട്ടെ, ഫ്യൂച്ചറാവട്ടെ, എക്വിറ്റിയിലാവട്ടെ, ഏതിലാണെങ്കിലും ശരി, എനിക്ക് കോൺഫിഡൻസ് ഉള്ള മൂന്നിൽ മാത്രമേ ഞാൻ അതിനകത്ത് എൻട്രി എടുക്കൂ. എന്റെ ലക്ഷ്യം ആ ഒരു അക്കൗണ്ടിൽ നിലവിലുള്ള ആ ഒരു ക്യാപിറ്റലിന്റെ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന ക്യാപിറ്റലിന്റെ 5% ഗ്രോത്ത്. കഴിഞ്ഞ മാസം എന്റെ ക്യാപിറ്റൽ 1 ലക്ഷമാണെങ്കിൽ അതിന്റെ 5% ഈ ആഴ്ചയിൽ എനിക്ക് പ്രോഫിറ്റ് വേണ്ടത്. അടുത്ത ആഴ്ചയിലും 5% പ്രോഫിറ്റ്, അടുത്ത ആഴ്ചയിലും, അങ്ങനെ 4 ആഴ്ച കൊണ്ട് 20% പ്രോഫിറ്റ് ആണ് ആ ഒരു അക്കൗണ്ടിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരാഴ്ചയില് ആദ്യത്തെ ഒരു ദിവസം കൂടി, തിങ്കളാഴ്ച ഒരു ദിവസം 5% പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ അക്കൗണ്ട് അവിടെ ആ ആഴ്ച പിന്നെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് മാറ്റി വെക്കാം. തിങ്കളാഴ്ച നോക്കിയപ്പോൾ ദിവസമുണ്ട്, അടുത്ത ചൊവ്വാഴ്ച ബുധനാഴ്ച ഓപ്പർച്യൂണിറ്റി ട്രേഡ് ചെയ്യരുത്. വ്യാഴാഴ്ചയാണ് കിട്ടുന്നതെങ്കിൽ വ്യാഴാഴ്ച ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ദിവസം കൂടെ കവർ ചെയ്യാൻ പറ്റും, ഈ ടാർഗറ്റും കൂടെ എത്താൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കവർ ചെയ്യാൻ നോക്കുക. എത്രയാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അവിടെ അവസാനിപ്പിക്കുക. 5% പ്രോഫിറ്റ് കിട്ടിയാൽ ആ കൊണ്ട് പിന്നെ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്ന ആഴ്ച. അങ്ങനെ ഒരു മാസം 20% ടാർഗറ്റ് വെച്ചുകൊണ്ട് 12 വർഷത്തേക്ക് നമ്മൾ വലിയ ലക്ഷ്യത്തിലേക്ക് പോകുന്ന ആ ഒരു അക്കൗണ്ട്. അപ്പൊ 3 അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞു. അതിൽ ഒരു അക്കൗണ്ട് ഈ ഡ്രീം അക്കൗണ്ടാണ്. 14,000 രൂപ കാപ്പിൽ ഉപയോഗിച്ചുകൊണ്ട് മന്ത്ലി 20% അഥവാ വീക്കിലി 5% ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന അക്കൗണ്ട്. അതിൽ കോൺഫിഡൻസ് ഉള്ള, അതിലൊരു മീൻസ് അതിനകത്ത് ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്ക് നിസ്സാരമായി തോന്നുന്ന ചെറിയ മിസ്റ്റേക്കുകളും പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധയോടുകൂടി ഉള്ള ഒരു അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യണം. രണ്ടാമത്തെ അക്കൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്. അത് ഷോർട്ട് ടൈം ആകാം, ലോങ് ടൈം ആകാം. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റോ ഇക്വിറ്റി ട്രേഡോ മാത്രം യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ ഓപ്ഷൻസ് ഇല്ലാത്തത്, ഓപ്ഷൻസ് ഒന്നും അതിനകത്ത് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഫോക്കസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ദിവസം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്താൽ പോലും, ഉദാഹരണത്തിന് ഈ ഇക്വിറ്റി അക്കൗണ്ടിൽ എന്റെ കയ്യിൽ 10 ഷെയറുകൾ ഉണ്ടെങ്കിൽ ഈ 10 ഷെയറുകളിൽ ഞാൻ തലേ ദിവസം വരും. ഉദാഹരണം എന്റെ കയ്യിൽ ഇക്വിറ്റി അക്കൗണ്ടിൽ 10 ഷെയർ ഉണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം മാർക്കറ്റൊക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം ഈ 10 സ്റ്റോക്കുകൾ ഞാൻ നോക്കി വെക്കുന്നു. അതിൽ ഏതെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ആകാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ ഞാൻ പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഒരു GPT ഓവറായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് അതിനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. മാർക്കറ്റ് ടൈമിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോ ഈ ഇക്വിറ്റി അക്കൗണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ അതൊരു സൈഡിൽ നമ്മുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു വെൽത്ത് ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. 3ാമത്തെ അക്കൗണ്ടാണ് നമുക്ക് റെഗുലർ അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ ഈ ആദ്യത്തെ അക്കൗണ്ടിൽ നമുക്ക് ഡ്രീമിന് വേണ്ടി 10,000 രൂപ മാത്രമേ ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടതുള്ളൂ. രണ്ടാമത്തെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എത്രമാത്രം ക്യാപിറ്റൽ യൂസ് ചെയ്യാമോ അത്രയും ക്യാപിറ്റൽ യൂസ് ചെയ്യണം. അത് നമുക്ക് എമർജൻസി ഇല്ലാത്ത, ഇപ്പൊ 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക്, 2 വർഷത്തേക്ക്, അല്ലെങ്കിൽ 10 വർഷത്തേക്ക് എമർജൻസി ഇല്ലാത്ത ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ഇക്വിറ്റി അക്കൗണ്ടിലേക്ക് നമുക്ക് യൂസ് ചെയ്തിട്ട് അത് ഇക്വിറ്റി ഷെയറുകൾ വാങ്ങിയിടാനും അതുപോലെ തന്നെ ETFകൾ വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ 3ാമത്തെ അക്കൗണ്ട് അത് നമുക്ക് റെഗുലർ യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ്, റെഗുലർ യൂസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്. ഇതിനകത്ത് ഒരു ചെറിയ എമൗണ്ട്, ഫുൾ എത്രത്തോളം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുമോ അത്ര എമൗണ്ട് അതിനകത്ത് യൂസ് ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ യൂസ് ചെയ്യുന്നത് 20,000 രൂപയാണ് അതിനകത്തെങ്കിൽ ഈ 20,000 രൂപ പോയാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത എമൗണ്ട് യൂസ് ചെയ്യാവും. എനിക്ക് ഈ 2 ലക്ഷം രൂപ റിസ്ക് എടുക്കാൻ പറ്റും. പോയ പോട്ടങ്ങളിൽ ഈ 2 ലക്ഷം രൂപ റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഈ 2 ലക്ഷം രൂപയെ റെഗുലർ അക്കൗണ്ട് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ റെഗുലർ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ റിസ്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എമൗണ്ട് അതിനകത്ത് യൂസ് ചെയ്യാവുള്ളൂ. ഈ റെഗുലർ അക്കൗണ്ടിനകത്ത് നമ്മൾ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഇൻട്രാഡേ ഇക്വിറ്റി ഒക്കെ ചെയ്യാവുള്ളൂ. മറ്റേത് ഇക്വിറ്റി ഇൻട്രാഡേ ട്രേഡുകളും അതുപോലെ തന്നെ അത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലുള്ള ഡെറിവേറ്റീവ് സെഗ്മെന്റിലുള്ള ട്രേഡുകളൊക്കെ ഈ റെഗുലർ അക്കൗണ്ടിനകത്ത് ചെയ്യാവുള്ളൂ. കാരണം ഇത് എപ്പോഴും നമ്മളുടെ കൺവെട്ടത്തുണ്ടായിരിക്കണം. ഇൻട്രാഡേ ചെയ്യുമ്പോൾ
നമുക്ക് മാർക്കറ്റിന് മുമ്പിൽ ശ്രദ്ധയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇൻട്രാഡേ തൊടാവുള്ളൂ. എനിക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുമ്പോൾ അവിടെ ഒരു അരമണിക്കൂർ എനിക്ക് കാത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരമണിക്കൂർ ഞാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാൽ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടാൽ ഈ റെഗുലർ അക്കൗണ്ടിൽ ആ ട്രേഡ് എടുക്കാവുള്ളൂ. ആ റെഗുലർ അക്കൗണ്ടിൽ ആ ട്രേഡ് എടുത്തതിന് ശേഷം ഇൻ കേസ് എന്റെ ടോക്കൺ വന്നു എനിക്ക് അവിടെ കയറി ചെല്ലേണ്ട സമയത്ത് വന്നാൽ നിലവിലുള്ള പൊസിഷൻ എന്തോ ആകട്ടെ, പ്രോഫിറ്റിലോ ലോസിലോ ആകട്ടെ, ആ നിമിഷം എക്സിറ്റ് ചെയ്ത് മാറിയിട്ടേ ഞാൻ അവിടുന്ന് എണീക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഇൻട്രാഡേ ചെയ്യാവൂ. ഈ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റെഗുലർ അക്കൗണ്ടിൽ എന്ത് പരീക്ഷണങ്ങളും നടത്താം. എന്ത് പരീക്ഷണങ്ങളും നടത്തുന്നതിനോടൊപ്പം തന്നെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഈ റെഗുലർ അക്കൗണ്ടിൽ കിട്ടുന്ന ഓരോ ദിവസത്തെ ബെനിഫിറ്റ്സുകളും അത് എനിക്കുള്ള അന്നന്നത്തെ എന്റെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ്. ഉദാഹരണത്തിന് ഇത് എന്റെ റെഗുലർ അക്കൗണ്ടിൽ 20,000 രൂപയുടെ ക്യാപിറ്റൽ ഉള്ളതെന്ന് സംഘടിപ്പിക്കുക. ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മിഡ് ക്യാപിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ മിഡ് ക്യാപിൽ ഞാൻ ഓരോ ട്രേഡ് എടുത്തു. അതിലൂടെ എനിക്കൊരു 3,000 രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ചോ. ഈ 3,000 രൂപയില് ഞാനാണെങ്കിൽ ചെയ്യുന്നത് ഇതിൽ 2,500 രൂപയും ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഇന്ന് പിൻവലിച്ചിരിക്കും. കാരണം എനിക്ക് എന്റെ അധ്വാന ഫലമായിട്ട്, എന്റെ സ്കിൽ യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട്, എന്റെ കഴിവ്, എന്റെ ഒരു കാഴ്ചപ്പാട് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ പ്രതിഫലമാണ് ഇന്നത്തെ 3,000 രൂപ പ്രോഫിറ്റ്. അതിന് പക്ഷേ ചാർജുകളോ മറ്റു കാര്യങ്ങളോ പോകാനുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഇങ്ങോട്ട് 2,500 രൂപ എന്റെ അധ്വാനത്തിന്റെ, എന്റെ കഴിവിന്റെ പ്രതിഫലമായതുകൊണ്ട് ഇത് ഞാൻ ഇന്ന് വിഡ്രോ ചെയ്തിരിക്കണം. അത് നാളെ എനിക്ക് മാർക്കറ്റിന് സംഭാവന ചെയ്യാനുള്ളതല്ല, അത് എനിക്കുള്ളതാണ്, ഞാൻ അത് വിഡ്രോ ചെയ്തിരിക്കണം. ഇങ്ങനെ ഓരോ ദിവസവും ഈ റെഗുലർ അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ, അതിന്റെ പ്രോഫിറ്റുകൾ അന്നന്ന്, അതിന്റെ ചാർജുകൾ കഴിഞ്ഞുള്ള കാര്യങ്ങൾ അന്നന്ന് വിഡ്രോ ചെയ്യാൻ ശീലിക്കണം. കാരണം തോമസ് സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു വാക്കുണ്ട്, എപ്പോഴും പോരുന്ന കിണറ്റിലെ നല്ല വെള്ളം ഉണ്ടാവുള്ളൂ, പോരാതെ കിടക്കുന്ന കിണറിൽ ആ വെള്ളം ചീത്തയായി പോകും എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ അന്നന്ന് എടുക്കാൻ ശീലിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നതും അതുപോലെ തന്നെ നമ്മൾ ഓരോ ജോലി ചെയ്യുന്നതും സാമ്പത്തിക നേട്ടത്തിന് തന്നെയാണ്. അപ്പൊ സാമ്പത്തിക നേട്ടം നമ്മുടെ കൺമുമ്പിലേക്ക്, നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്തിരിക്കണം, ഒരു സംശയം വേണ്ട. അപ്പൊ ഇനി ഞാൻ നാളെ മാർക്കറ്റിൽ ഇതേ 20,000 രൂപ വെച്ചിട്ട് ഞാൻ നാളെ റെഗുലർ അക്കൗണ്ടിൽ ട്രേഡ് എടുത്തു, എനിക്ക് 2,000 രൂപ ലോസ് വന്നു, ഒരു കാര്യം വേണ്ട. കാരണം ഈ 2,000 രൂപ ഞാൻ ഇന്ന് തിരിച്ചു വെക്കാൻ നിൽക്കണ്ട. അടുത്ത ദിവസം എനിക്ക് ഒരു 1,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ അപ്പൊ എനിക്കറിയാം ഇന്നലെ 2,000 ലോസ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും ഇന്നത്തെ അധ്വാന ഫലമായിട്ടുള്ള 1,000 രൂപയിൽ നിന്നും 500 രൂപ ഞാൻ തിരിച്ചെടുത്ത് 500 രൂപ ആ ലോസിലേക്ക് വെക്കാൻ ശ്രമിക്കണം. ഓരോ ദിവസത്തെ പ്രോഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്യാൻ ശീലിക്കുമ്പോഴാണ് ഇതിൽ നിന്നും എനിക്ക് റെഗുലർ ആയിട്ട് റിട്ടേൺ കിട്ടുന്നതിനുള്ള ഒരു ബോധ്യം നമ്മുടെ മൈൻഡ് സെറ്റിനുണ്ടാവുക. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഈ മേഖലയിൽ നിലനിൽക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പ്രേരണ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺ ഉണ്ടായിക്കൊണ്ടിരിക്കാത്ത ഒരു മേഖലയിൽ നമുക്ക് നിൽക്കാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന റെഗുലർ അക്കൗണ്ടിലൂടെ കിട്ടുന്ന പ്രോഫിറ്റുകൾ എന്നും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അന്നന്ന് നമ്മൾ വിഡ്രോ ചെയ്ത് ശീലിക്കണം. ആ ഒരു ശീലം നമുക്ക് വീണ്ടും 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 ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. കാരണം ഇതിനെങ്കിൽ എക്സാമ്പിൾ കിട്ടുന്നെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള 1-2 സ്റ്റുഡൻസിന്റെ കാര്യം തന്നെയാണ്. ഒരു ട്രേഡ് എന്ന് പറഞ്ഞ പറയാം, എന്തിനാ മറച്ചു വെക്കുന്നത്, വിജയ് സാറിനെ സംബന്ധിച്ചും ഏതോ ഒരു പൊസിഷൻ എൻട്രി എടുത്ത് ലോങ് പൊസിഷൻ എൻട്രി എടുത്തു. അത് നോക്കുമ്പോൾ എല്ലാ ദിവസവും ലോസിലാണ്, അത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് വരുന്നില്ല. ഉദാഹരണം, രാവിലെ നോക്കുമ്പോൾ ഇന്നലെ എടുത്ത ട്രേഡ് 6,000 രൂപ ലോസിനാണ്. അപ്പൊ അക്കൗണ്ട് നോക്കുമ്പോൾ 6,000 രൂപ മൈനസ്. എങ്ങനെയെങ്കിലും ആ 6,000 രൂപ പ്രോഫിറ്റിലേക്ക് എത്തിച്ചിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യും. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ 6,000 നമ്മൾ 8,000 ലോസായി. അപ്പൊ ഈ 6,000 ലോസ് എന്നുള്ളത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും 6,000-ലധികം പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവുന്നു. അപ്പോ അത് പ്രോഫിറ്റിലാണ്, അന്നത്തെ ദിവസം അദ്ദേഹം പ്രോഫിറ്റിലാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഈ 6,000 ലോസ് നമുക്ക് കുറച്ചും കൂടെ ലോസിലേക്ക് പോയി 8,000 ലോസ് എത്തി. രാവിലെ നോക്കുമ്പോൾ ദൈവമേ ഇന്ന് 8,000 ലോസ്. അപ്പൊ എങ്ങനെയെങ്കിലും ആ ലോസിനെ കവർ ചെയ്തിട്ട് വീണ്ടും ഒരു 1,000 രൂപ പ്രോഫിറ്റിലേക്ക് എത്തും. അപ്പൊ 1,000 രൂപ പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം 8,000 ലോസും പ്ലസ് 1,000 രൂപ പ്രോഫിറ്റും. അപ്പൊ ടോട്ടൽ 50,000 രൂപ പ്രോഫിറ്റായി. അന്നത്തെ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് 7,000 രൂപ ലോസ്. ഇന്നത്തെ 8,000 ലോസ് നമ്മൾ കുറഞ്ഞ് 7,000 കഴിഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ 7,000 ലോസ്. 7,000 രൂപ ലോസ് എങ്ങനെയെങ്കിലും കവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചിലരെ സംബന്ധിച്ചിടത്തോളം ലോസുകളും വലിയൊരു മറ്റേ ലക്ക് അല്ലെങ്കിൽ വലിയൊരു ഇതായി മാറിയിട്ട് വലിയൊരു പ്രോഫിറ്റിലേക്ക് എത്തിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ റെഗുലർ അക്കൗണ്ട് നമ്മൾ എപ്പോഴും പ്രോഫിറ്റിലേക്ക് എത്താനും ആ പ്രോഫിറ്റുകൾ വിഡ്രോ ചെയ്യാനും നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന റിട്ടേണുകളും
നമ്മുടെ അധ്വാനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് നമ്മുടെ സ്കില്ലിന്റെ പ്രതിഫലമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അത് നമുക്കുള്ളതാണ്, മാർക്കറ്റിൽ തിരിച്ചു കൊടുക്കാനുള്ളതോ കളയാനുള്ളതോ അല്ല. ആ റിസ്ക് എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് 20,000 രൂപ റിസ്ക് ആണ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് പോയാൽ പോട്ടെ എന്നുള്ള റിസ്ക് എടുക്കണം. അന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അതിനായിട്ട് ഞാൻ കിട്ടിയതാണ്, അത് എനിക്കുള്ളതാണ്, തിരിച്ചെടുക്കണം. ഇങ്ങനെ 3 അക്കൗണ്ടുകൾ മിനിമം നമ്മൾ കീപ്പ് ചെയ്ത് വരുമ്പോൾ ഇൻട്രാഡേ എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ എപ്പോഴും റെഗുലർ അക്കൗണ്ടിൽ യൂസ് ചെയ്യാവും. അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റില് നമ്മളൊരു കരിയർ ആക്കി മാറ്റുന്ന സമയത്ത്, സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു കരിയർ ആക്കി മാറ്റുന്ന ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് റൂം സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണം. ട്രേഡിംഗ് റൂം സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വലിയ രീതിയിലുള്ള സെറ്റപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറയില്ല. പക്ഷേ 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 നമ്മളാൽ കഴിയുന്ന പ്രീമിയം ഒരു അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളാൽ കഴിയുന്ന പ്രീമിയം അറേഞ്ച്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും കഴിയുന്നു. ഇപ്പൊ പലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് വീട്ടിലിരുന്നാണ് ട്രേഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ വീടിന്റെ ഒരു റൂമിലിരുന്ന് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മളുടെ ഒരു വർക്ക് സ്പേസ് ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കണം. നമുക്കറിയാം, നമുക്ക് നല്ല ഹൈലി പെയ്ഡ് അല്ലെങ്കിൽ നല്ല വരുമാനം കിട്ടുന്ന പ്രൊഫഷണൽസ്, നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, IT പ്രൊഫഷണൽസ്, ബിസിനസ് കൺസൾട്ടന്റ്, ഇതുപോലത്തെ ഹൈലി ഇൻകം കിട്ടുന്ന പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഫീസ് റൂം സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ട്രേഡ്, സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ ഇരിക്കുന്ന സമയം അതിനായിട്ട് സെറ്റപ്പ് അറേഞ്ച് ചെയ്തിരിക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ വീടിനകത്ത് പോകുന്നു, അതല്ലെങ്കിൽ നമ്മുടെ വീടിന് പുറത്ത് എവിടെയെങ്കിലും അതിന് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇനി അതൊന്നും സാധിച്ചില്ലെങ്കിൽ വീട്ടിൽ അടുക്കളയിലോ സിറ്റ് ഔട്ടിലോ ഹാളിലോ ഒരു സ്പേസ് അതിനു വേണ്ടി കരുതി വെക്കണം. ഒരു സ്പേസ് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണം ആ ഒരു സ്പേസ്. കാരണം നമ്മളുടെ കാഴ്ചയ്ക്കും നമ്മുടെ സംസ്കൃതത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കാഴ്ചയ്ക്കും നമ്മളിലേക്ക് വരുന്ന സ്മെല്ലുകൾക്കും അതിനെല്ലാം നമ്മളുടെ ഡിസിഷനെ സ്വാധീനിക്കാൻ കഴിയും. കാരണം എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് ഒക്കെ കൂടിയിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന ഒരു സ്മെല്ലോ കാഴ്ചയോ നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കുന്ന ഒരു ചിന്തയും കാഴ്ചപ്പാടും എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഗാർഡനിലാണ് നമ്മൾ പോയി നിൽക്കുന്നെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല നമുക്ക് മറ്റേ സ്ഥാനത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാഴ്ചയും അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ സ്വാധീനിക്കുന്നത് അറിയാം. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡിംഗ് റൂം സെറ്റപ്പ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എവിടെയാവും, വീട്ടിനകത്താവട്ടെ, വീട്ടിന് തൊട്ട് വെളിയിലാവട്ടെ, അതല്ലെങ്കിൽ എവിടെയോ ആവട്ടെ, പറ്റുമെങ്കിൽ റൂമായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ആ ഏരിയയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഞാൻ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് വരണം. അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന സാധനമായിരിക്കണം. നമ്മളാൽ കഴിയുന്ന ഒരു പ്രീമിയം ഫീൽ ഉണ്ടാക്കണം. ഉദാഹരണത്തിന് ഞാൻ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്നാൽ കഴിയുന്ന രീതിയിൽ നല്ലൊരു ലാപ്ടോപ്പ്, ആ ഒരു ലാപ്ടോപ്പ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും നല്ലൊരു സാധനം വാങ്ങാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, അതല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു സംതൃപ്തി നമ്മുടെ മൈൻഡിലേക്ക് വരണം. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫോണാണെങ്കിൽ ഇപ്പൊ പലരെയും ഞാൻ കയ്യിൽ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ നല്ല ഫോണായിരിക്കും, സമയമില്ല എന്നുള്ള എക്സ്ക്യൂസ് പറയും, അതിന്റെ സ്ക്രീൻ ഗാർഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയായിരിക്കും. അതുപോലെ അതിന്റെ കേസ് ചിലപ്പോൾ മുഴുവൻ ഒരു മുച്ചിഞ്ഞ് ചീത്തയായിട്ടുള്ള ഒരു കേസ് ഒക്കെ ആയിട്ട്. പക്ഷെ എപ്പോഴും നമ്മളുടെ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഇനി എഴുതാൻ ഉപയോഗിക്കുന്ന ബുക്കാവട്ടെ പേനയാവട്ടെ, എപ്പോഴും അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീൽ, ഇത് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ്, ഇത്രയും നല്ലൊരു സാധനം എന്റെ കയ്യിലുണ്ടല്ലോ, ഇത് വാങ്ങാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു പ്രീമിയം ഫീലിംഗ് ആ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അത്തരം ഒരു ട്രേഡിംഗ് റൂം സെറ്റപ്പ് അതിന് വലിയ രീതിയിലൊന്നും വേണമെന്ന് പറയുന്നില്ല. എനിക്കൊരു 15,000 രൂപ ഫോൺ വാങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സംശയം വേണ്ട, 15,000 രൂപ ഫോൺ വാങ്ങിയാൽ മതി. പക്ഷെ അവിടെ അത് ടച്ച് ചെയ്യുമ്പോൾ ഈ 15,000 രൂപ ഫോൺ വാങ്ങാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സാഹചര്യം എനിക്ക് വന്നല്ലോ എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാവണം. അതുപോലെ നമ്മളിപ്പോ എന്തെങ്കിലും ഈ ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ബുക്കും പേനയൊക്കെ വാങ്ങുകയാണെങ്കിൽ എനിക്ക് സാധാരണ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്കും പേനയൊക്കെ കിട്ടും. പക്ഷെ അവിടെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു 100, 200, 500 രൂപ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ബുക്കും ഒരു പേനയും എടുത്ത് കൊടുക്കുക, കാരണം വാങ്ങി വെച്ചേക്കുക. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ ഒരു ബുക്കും പേനയും ഒരു 10 രൂപയുടെ ബുക്കും പേനയും കൊണ്ട് ഞാൻ എഴുതി കുറിക്കുന്നത് പോലെ ഒരിക്കലും ഒരു 100 രൂപയുടെ 200 രൂപയുടെ ബുക്ക് മേടിച്ചുകൊണ്ട് അതിനകത്ത് ഞാൻ കുത്തി കുറിക്കില്ല. അവിടെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ആ ബുക്കും പേനയൊക്കെ കൈകാര്യം ചെയ്യും. ഇതുപോലെ തന്നെ ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ 2 ഫോൺ ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ അത്യാവശ്യം മോശമല്ലാത്തൊരു ഫോൺ, ഒരു ഫോൺ ഉപയോഗിക്കുന്ന യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധാരണ ഫോൺ. ഈ സാധാരണ ഫോൺ ചിലപ്പോൾ ഞാൻ എന്റെ കയ്യിൽ നിന്ന് അശ്രദ്ധമായിട്ട് ഞാൻ യൂസ് ചെയ്യും. ചിലപ്പോൾ അത് എവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു മേശവലിപ്പൊക്കെ തുറക്കുമ്പോൾ അതിന്റെ ചാർജറൊക്കെ തട്ടി ആ ഫോണൊക്കെ താഴെ പോകും.
അപ്പോ അത് ഞാൻ അത്ര കെയർഫുൾ ആയിട്ടല്ല ഞാൻ ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷേ എന്റെ കയ്യിലുള്ള രണ്ടാമത്തെ ഫോൺ അത് എപ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. കാരണം അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം എമൗണ്ട് ചെലവാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. അപ്പോ ഈ രണ്ട് സാധനം രണ്ടും ഫോണാണ്, ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് രണ്ടും ടച്ച് ചെയ്യുമ്പോൾ എന്റെ മൈൻഡിൽ ഉണ്ടാകുന്ന പ്രീമിയം ഫീലിംഗ് എപ്പോഴും ആ ചെറിയ ഫോണിനോട് ഒരിക്കലും തോന്നാറില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ എപ്പോഴും കാർപോർട്ടിൽ സ്ഥലം കൊടുക്കുക പ്രീമിയം വണ്ടി, നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിയ വണ്ടിക്കായിരിക്കും കാർപോർട്ടിൽ സ്ഥലം കൊടുക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ. ഇതുപോലെ തന്നെ വരുമാനം ഉണ്ടാക്കി തരുന്ന പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന ഏരിയസ് എല്ലാം ഒരു പ്രീമിയം ഫീൽ ക്രിയേറ്റ് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രീമിയം ഫീൽ, നമ്മുടെ പ്രീമിയം ഫീൽ എന്നുള്ളതിനേക്കാൾ ഒരു റിച്ച് ഫീലിംഗ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പറ്റുമെങ്കിൽ വീട്ടിനകത്ത് ഒരു റൂം സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരു ഓഫീസ് റൂം എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ റൂം സെറ്റ് ചെയ്യാം. ഇനി അതൊന്നും സാധിക്കില്ല, എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ എന്റെ ബെഡ്റൂമിനകത്തോ അതല്ലെങ്കിൽ എന്റെ ഹോളിനകത്തോ എന്റെ സിറ്റ് ഔട്ടിനകത്തോ അതല്ലെങ്കിൽ എന്റെ ഡൈനിങ് റൂമിനകത്തോ എവിടെയെങ്കിലും ആകട്ടെ അതിനായിട്ട് ഒരു ഇടം കരുതിയിരിക്കണം. ഈ എന്റെ പ്രൊഫഷൻ, എന്റെ വരുമാനം കിട്ടുന്ന സ്പേസ് ആണ്, അതിനുവേണ്ടി ഒരു ഇടം കരുതിയിരിക്കുക. അത് എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടിരിക്കണം. അവിടെ സാധിക്കുമെങ്കിൽ അവിടെ നമുക്കൊരു എപ്പോഴും നമുക്ക് നമ്മുടെ ജോലി നിൽക്കുന്നെങ്കിൽ ഈ കറണ്ടും ഈ അതുപോലെ തന്നെ ഇന്റർനെറ്റൊക്കെ ആവശ്യമുള്ള ഒരു ജോലി ആയതുകൊണ്ട് ഇതിന്റെ ഒരു കറണ്ടും ഇന്റർനെറ്റും എപ്പോഴും കട്ടാവാത്ത രീതിയിലുള്ള ഒരു ഇൻവെർട്ടോ അതല്ലെങ്കിൽ ഒരു ബ്രോഡ്ബാൻഡോ അങ്ങനത്തെ എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ കരുതി വെച്ചിട്ട് എപ്പോഴും നമുക്ക് അവിടെ ഒരു സെക്യൂർ ഫീലിംഗ് അതുപോലെ തന്നെ എപ്പോഴും ഒരു റിച്ച് ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ട്രേഡിംഗ് റൂം സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന അലസമായിട്ടിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരിക്കില്ല അതിനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന അവസരമല്ല, നമ്മളുടെ കണ്ണിൽ തെളിയുന്ന അവസരങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോ ഞാൻ മറ്റെന്തെങ്കിലും തിരക്കിലിരിക്കുമ്പോൾ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാണുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് എപ്പോഴും എല്ലാവരുടെ മുമ്പിലും ഒരേപോലെ എനിക്ക് പോകുന്നത്. പക്ഷെ ഞാൻ എന്റെ മൈൻഡ് സെറ്റിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ ഇരിക്കുന്ന റൂമിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കാര്യം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഓഫീസ് എടുത്തിട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെ 2 ഓഫീസ് എടുത്തിട്ടുണ്ട് വീട്ടിലെടുത്ത്. ഈ 2 ഓഫീസിൽ ഇരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക് വീട്ടിനകത്തുള്ള എന്റെ ഓഫീസ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസ് റൂമിൽ വന്നിരിക്കും. കാരണം മറ്റുള്ള ഓഫീസുകളിലൊക്കെ ഞാൻ വല്ലപ്പോഴും പോയിരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇതുമായിട്ട് അത്ര ഓഫീസുകളുമായിട്ട് അത്ര അടുപ്പൊന്നും ഫീൽ ചെയ്യാറില്ല. പക്ഷെ വീട്ടിലിരിക്കുന്ന ഓഫീസാണെങ്കിൽ ഞാൻ എന്റെ ഒരു ദിവസത്തിൽ ഏറ്റവും അധികം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ വന്നിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ മാക്സിമം ഒരു ഫ്രഷ്നെസ്സോടുകൂടി അതോടൊപ്പം തന്നെ ക്ലീൻ ആൻഡ് നീറ്റുള്ള സാഹചര്യം ഒരുക്കി വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ എപ്പോഴും ഒരു റിച്ച് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്ന അല്ലെങ്കിൽ എന്റെ മൈൻഡിൽ വരുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്റെ കൺമുന്നിൽ തെളിയുന്ന ഓപ്പർച്യൂണിറ്റി ഒന്നും എനിക്ക് മറ്റൊരു സ്ഥലത്തിരിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല. പക്ഷെ ഇവിടെ ആകുമ്പോൾ ആ രീതിയിൽ വരും. ഈ രീതിയിൽ നമ്മൾ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കണം ഇൻട്രാഡേ. പരമാവധി ഈ ട്രേഡിംഗ് സെറ്റപ്പിൽ ഇരുന്നു കൊണ്ട് ഇൻട്രാഡേ ചെയ്യാൻ ശ്രമിക്കും. ആ ട്രേഡിംഗ് സെറ്റപ്പിൽ ഇരുന്നു കൊണ്ട് ഇൻട്രാഡേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ കൺമുമ്പിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റിയും ക്ലാരിറ്റി ഉള്ള ഡിസിഷൻസും വരും, ഒരു സംശയവും വേണ്ട. മതിയോ? പോരാ? അപ്പോ ബാക്കി ഇൻട്രാഡേക്ക് നമ്മളൊരു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതില്ല. ഇത് നമ്മൾ എപ്പോഴും കാണണം. ഇൻട്രാഡേക്ക് ആയിട്ട് നമ്മൾ സ്റ്റോക്കിന് ഇൻഡെക്സിന് ഏതിലാണ് ഇൻട്രാഡേ ചെയ്യുന്നതെങ്കിലും ഈ ഇൻട്രാഡേക്ക് ആയിട്ട് നമ്മളൊരു സ്റ്റോക്കിനെ സമീപിക്കേണ്ട വിധത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം ഇപ്പോ ഫിനോലെക്സ് പൈപ്പ്, ഫിൻ പൈപ്പ് എന്ന് പറയുന്ന ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, ഫിൻ പൈപ്പ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോ ഈ സ്റ്റോക്കിലാണ് ഇൻട്രാഡേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം ഈ സ്റ്റോക്കിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മൾ ചെയ്യുന്നത് എന്നുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. കാരണം ഇൻവെസ്റ്റ്മെന്റിനെ മാത്രമേ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് നോക്കിയിട്ട് അതിന്റെ മാക്സിമം ഹിസ്റ്ററി എടുത്ത് നോക്കേണ്ടതിന്റെ ആവശ്യകതയുള്ളൂ. ഇപ്പോ ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് അത് ഹോൾഡ് ചെയ്യണോ മറ്റൊന്നും നമ്മുടെ മൈൻഡിൽ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻട്രി എക്സിറ്റ് പരമാവധി ഫാസ്റ്റ് ആയിട്ട് എൻട്രി എടുക്കണം, എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോ അത് വന്നു തുടങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ കണ്ടീഷൻ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെയൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറുന്ന മാർക്കറ്റായിട്ട് നമുക്ക് കാണാം. ഒരു സപ്പോർട്ട്, ഒരു ബിഗ് ക്യാൻഡിലിന്റെ ലോ എന്നുള്ള സപ്പോർട്ട് എടുത്തുകൊണ്ട് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഈ തിരിച്ചു കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പോ മാർക്കറ്റിലെ ഒരു ടൈപ്പ് 1 ലക്ഷണമാണ് കാണിച്ചത്. ടൈപ്പ് 1 ലക്ഷണം
ഈ ടൈപ്പ് 1ന്റെ ലക്ഷണത്തിൽ തന്നെ മാർക്കറ്റ് ഇപ്പോ ഒരു ടൈപ്പ് 3യിൽ ഒതുങ്ങി നിൽക്കാം. ഒരു ടൈപ്പ് 3യിൽ ഒതുങ്ങി നിൽക്കും. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം താഴേക്കുള്ള മൂവ്മെന്റിന് അധികം സമയമോ ദൂരമോ വരുന്നില്ല എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത്. അതിനൊപ്പം കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഒരു ടൈപ്പ് 3, പക്ഷേ ഇനിയും ടൈപ്പ് 1നാണ് ഇതിന്റെ ലക്ഷണം സാധ്യത. അപ്പോ ഈ സ്റ്റോക്ക് നമുക്ക് മുകളിലേക്കുള്ള ട്രേഡുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇക്വിറ്റിയിൽ ബൈ ചെയ്യാം, ഫ്യൂച്ചർ ബൈ ചെയ്യാം, ഫോളോ ഓപ്ഷൻ ബൈ ചെയ്യാം. ഏതാണെങ്കിലും ലോങ് പൊസിഷൻ മുകളിലേക്കുള്ള ട്രേഡുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒരു സ്റ്റോക്കിനെ കാണുമ്പോൾ ഇൻട്രാഡേക്ക് എന്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവോട് കൂടിയാണ് അതിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു സ്റ്റോക്കിന്റെ ട്രെൻഡും മൂവ്മെന്റും മനസ്സിലാക്കാനായിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് വേണം ഇൻട്രാഡേ നമ്മൾ നോക്കാൻ. അപ്പോൾ ഈ സ്റ്റോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഫിനോൾ എക്സ്പെക്ട് മാർക്കറ്റ് കുറച്ച് താഴത്തെ നല്ല രീതിയിൽ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൈപ്പ് 4 മാർക്കറ്റ് ആയിരുന്നു, വലിയ രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് താഴേക്ക് വന്നു. അവിടെ ഒരു മേജർ സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ ഇവിടുത്തെ ഒരു വലിയ റെഡ് ക്യാൻഡിലിന്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ലോ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് പറ്റിയിട്ടില്ല. അപ്പൊ നമുക്കറിയാം ട്രെൻഡ് റിവേഴ്സലിന്റെ ലക്ഷണം ഇവിടുന്ന് തന്നു കഴിഞ്ഞു ഈ മാർക്കറ്റ്. മാത്രമല്ല ഇപ്പൊ ഒരു ടൈപ്പ് 1ന്റെ മൂവ്മെന്റിന്റെ ലക്ഷണം തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇപ്പൊ ഒരു ടൈപ്പ് 3യിലേക്ക് നിൽക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള തൊട്ട് മുമ്പത്തെ ഗ്രീൻ ക്യാൻഡിലുകളുടെ ലോ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് കഴിയുന്നില്ല. മാർക്കറ്റ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ ആണ് ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് തന്നെ പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വലിയ റെഡ് ക്യാൻഡിലിന്റെ ഹൈ ഉണ്ട്. അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബിഗ് മൂവ്മെന്റ് ആരംഭിച്ച ഏരിയ ഉണ്ട്. ഇത് മൂന്നുമാണ് മാർക്കറ്റിൽ അടുത്ത റെസിസ്റ്റൻസുകളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചതിന് ശേഷം ഇതിനെ 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് ഈ സ്റ്റോക്കിനെ കൊണ്ടുവരുന്നു. 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലേക്ക് ഈ സ്റ്റോക്കിനെ കൊണ്ടുവരുമ്പോൾ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇൻട്രാഡേയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസ് നമ്മൾ വരുമ്പോൾ മറ്റൊരു നമ്മൾ കണ്ടു സ്വിംഗ് ട്രേഡിംഗ്, ഷോർട്ട് ടൈം ട്രേഡിംഗ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണ്ടു. ബിഗ് ക്യാൻഡിലും ബിഗ് മൂവ്മെന്റ് ആരംഭിച്ച ക്യാൻഡിലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നത്. പക്ഷേ ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ ക്ലോസിംഗ് റേഞ്ചിന് കൂടെ, അതായത് ക്ലോസിംഗ് റേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിലെ അവസാനത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ, അതായത് 3:15 മുതൽ 3:30 വരെ സമയത്തിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന അവസാനത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിലാണ് ക്ലോസിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓപ്പണിംഗ് റേഞ്ച് പറയുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. രാവിലെ 9:15 മുതൽ 9:30 വരെ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന 15 മിനിറ്റിന്റെ ക്യാൻഡിലാണ് ഓപ്പണിംഗ് റേഞ്ച്. ഇപ്പോ ഇൻട്രാഡേയിലേക്ക് ബിഗ് ക്യാൻഡിൽ, ബിഗ് മൂവ്മെന്റും ക്ലോസിംഗ് റേഞ്ചും സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് പരിഗണിക്കണം. ഇത് മൂന്നും സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്കിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. അപ്പോ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു 3 കാര്യങ്ങൾ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ക്ലോസിംഗ് റേഞ്ച് ഉണ്ട് നമുക്കിവിടെ. ഈ ക്ലോസിംഗ് റേഞ്ചിനെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. നേരത്തെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ബ്ലൂ കളറിൽ ഞാൻ മാർക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. അതുകൂടാതെ തൊട്ട് മുമ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇവിടെ മാർക്ക് ചെയ്തതിന്റെ ഉദ്ദേശം ഇതൊരു വലിയ ഗ്രീൻ ക്യാൻഡിലാണ്, റെഡ് ക്യാൻഡിലാണ്. കൂടാതെ ഇവിടുന്ന് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഒരു ബിഗ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്, മോശമല്ലാത്തൊരു ബിഗ് മൂവ്മെന്റ് തന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് അവിടെയും ഒന്ന് മാർക്ക് ചെയ്തു. അതുകൂടാതെ ഇവിടത്തേക്ക് വരും, ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നു. റീസൺ നമുക്ക് ഇവിടെ വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ, മാത്രമല്ല ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഒരു ബിഗ് മൂവ്മെന്റ് തന്നിരിക്കുന്ന ഒരു ഏരിയയാണ്. അതും കൂടാതെ ഇവിടെ തന്നെയാണ് ഇതിന്റെ ക്ലോസിംഗ് റേഞ്ചുള്ളത്. അതുകൊണ്ട് ഇതും മാർക്ക് ചെയ്തു. അതിനുശേഷം കുറച്ചും കൂടെ താഴേക്ക് വരുമ്പോൾ അടുത്ത് വലിയ ക്യാൻഡിൽ ഉണ്ട്. ആ വലിയ ക്യാൻഡിൽ അവിടെ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു വലിയ ക്യാൻഡിൽ ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് മറ്റൊരു വലിയ ക്യാൻഡിൽ ഉണ്ട്. അപ്പോ ഈ ഏരിയയിൽ നമുക്ക് മാർക്കറ്റ് കുറച്ചധികം സപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ഈ സപ്പോർട്ടുകൾ മാർക്കറ്റിലുണ്ട്. അപ്പൊ നമ്മൾ കണ്ടു മാർക്കറ്റിൽ ടൈപ്പ് 1ന്റെ ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത്. മാർക്കറ്റ് തിരിച്ചു കയറാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ഇനി അടുത്ത റെസിസ്റ്റൻസുകളോടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അടുത്ത റെസിസ്റ്റൻസുകളോടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കാണാം ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ ഉണ്ട്. ബാക്കി ഇവിടെ എല്ലാം ഒരു നോർമൽ ക്യാൻഡിലുകളാണ്. ഇവിടെ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലുകളോ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു ക്യാൻഡിലുകളോ വലിയൊരു ക്യാൻഡിലാണ്. അപ്പോൾ ഇതിനോടൊപ്പം ഈ ഒരു വലിയ ക്യാൻഡിൽ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തത് നമുക്കറിയാം ബിഗ് ക്യാൻഡിൽ വന്നിരിക്കുന്ന വലിയൊരു വലിയ ക്യാൻഡിലാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇവിടെയും ഒരു മാർക്കുണ്ട്. കാരണം ഇവിടെ മാർക്ക് ചെയ്യാൻ കാരണം ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് 2 ക്യാൻഡിൽ വലിയ ക്യാൻഡിലാണ്. മാത്രമല്ല ഇവിടെ ക്ലോസിംഗ് റേഞ്ച് ഉണ്ട്. ഇത്രയും ഞാൻ തൽക്കാലം മാർക്ക് ചെയ്യുന്നു. ഇത്രയും തൽക്കാലം മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഇൻട്രാഡേ ട്രേഡുകൾ പ്ലാൻ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇത്രയും സാധനമാണ് ഇവിടെ. അപ്പൊ നമുക്കറിയാം
ഇന്നത്തെ വലിയ ബിഗ് മൂവ്മെന്റ് അവസാനിച്ചതുപോലെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു വലിയ റെഡ് ക്യാൻഡിലാണ്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന വലിയ റെഡ് ക്യാൻഡിലാണ് ആ ബിഗ് മൂവ്മെന്റ് ഇന്നത്തെ അപ്പോഴേ അവസാനിച്ച് മാർക്കറ്റ് കറക്റ്റ് നോക്കിയിരിക്കുന്നത്. ഇനി നാളെ ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നാണ് നമുക്കറിയാം. എങ്ങനെയാണ് ഈ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്? ഈ മാർക്കറ്റിൽ എന്ത് ടൈപ്പ് ട്രേഡുകൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് കണ്ടു കഴിഞ്ഞു. മുകളിലേക്കുള്ള ലോങ് പൊസിഷനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോ ലോങ് പൊസിഷനിൽ പ്രയോറിറ്റി എടുക്കുമ്പോൾ മാർക്കറ്റ് താഴേക്ക് വരും ചാൻസ് ഉണ്ട്, വരില്ല എന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ താഴേക്കുള്ള മൂവ്മെന്റുകൾ നമുക്കുള്ളതല്ല. കാരണം നമുക്കുള്ളതല്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ട്രേഡ് ചെയ്യരുത് എന്നല്ല. മാർക്കറ്റിന്റെ ട്രെൻഡിന് മൂവ്മെന്റ് പാറ്റേൺ മുകളിലേക്കാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ട്രേഡുകൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതോടൊപ്പം ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഒരു പുട്ട് ഓപ്ഷൻ ഫ്യൂച്ചറോ അതല്ലെങ്കിൽ ഫ്യൂച്ചർ സെല്ലിങ്ങോ അല്ലെങ്കിൽ ഇക്വിറ്റിന്റെ ഷോർട്ട് സെല്ലോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് ആ മാർക്കറ്റിന്റെ സ്വഭാവത്തിനുള്ള അല്ലെങ്കിൽ ട്രെൻഡിന് അഗൻസ്റ്റ് ഉള്ള ട്രേഡ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നമ്മൾ എപ്പോഴും ഷോർട്ട് സെല്ലിന് ട്രേഡ് എടുക്കുമ്പോൾ അധിക സമയം വെയിറ്റ് ചെയ്യരുത്. ട്രെൻഡിന് അഗൻസ്റ്റ് ഉള്ള ട്രേഡുകൾക്ക് അധിക സമയം വെയിറ്റ് ചെയ്യാതെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാൻ ശ്രമിക്കണം. അപ്പൊ എപ്പോഴും ഈ ഒരു മാർക്കറ്റിൽ താഴേക്കുള്ള മൂവ്മെന്റ് അവസാനിച്ച് തിരിച്ചു കയറാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലേക്കുള്ള മൂവ്മെന്റ് എപ്പോഴാണോ തുടങ്ങുന്നത് ആ സമയത്ത് നമുക്ക് എൻട്രി എടുക്കണം. എൻട്രി എങ്ങനത്തെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സപ്പോർട്ടിൽ നിന്നും തിരിച്ചു കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴോ ആണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 273 അപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്ത ആ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് എന്ന ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമ്മൾ മുകളിലേക്ക് ട്രേഡ് എടുക്കാം. അതായത് ക്ലോസിംഗ് റേഞ്ച് നമുക്കൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് മാറുന്നുള്ളൂ. ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ക്ലോസിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്തിരിക്കണം, ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിലിന്റെ ഹൈയും ബ്രേക്ക് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് മുകളിലേക്കുള്ള ഒരു ട്രേഡിന് പ്രയോറിറ്റി കൊടുക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ഇവിടുന്ന് ഞാൻ ഒരു എൻട്രി എടുക്കുമ്പോൾ അതിന്റെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത് ഈ സപ്പോർട്ടിന്റെ ലോയാണ് അഥവാ ക്ലോസിംഗ് റേഞ്ചിന്റെ ലോയാണ്. ഈ ക്ലോസിംഗ് റേഞ്ചിന്റെ ലോ, ഈ എൻട്രി പോയിന്റിൽ നിന്നും ക്ലോസിംഗ് റേഞ്ചിന്റെ ലോയിലേക്കുള്ള ദൂരമാണ് എന്റെ റിസ്ക് എന്ന് പറയുന്നത്. ഈ റിസ്ക് എനിക്ക് സൂട്ടബിൾ ആണെങ്കിൽ ഞാൻ അവിടെ ട്രേഡ് എടുക്കാം. നമ്മൾ നേരത്തെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട് റിസ്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തൊട്ടടുത്ത ഒരു റെസിസ്റ്റൻസ് കൂടെ പരിഗണിക്കണ്ടേ? അതിലേക്ക് വരുന്നു. അതായത് ഈ എൻട്രി എടുക്കുന്നതിന് മുമ്പേ നമ്മൾ പിന്നീട് നോക്കേണ്ടത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമുക്കറിയാം. അടുത്ത റെസിസ്റ്റൻസ് എവിടെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം അടുത്ത റെസിസ്റ്റൻസ് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോ എൻട്രി പോയിന്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് നോക്കുന്നത് ഈ റിസ്ക് എനിക്ക് സൂട്ടബിൾ ആണെങ്കിൽ അടുത്തത് ഇതിന്റെ ടാർഗറ്റിലേക്കുള്ള ദൂരം എത്രയാണ്. അപ്പൊ എപ്പോഴും എൻട്രി പോയിന്റിൽ നിന്നും സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിനേക്കാൾ കൂടുതൽ ടാർഗറ്റിലേക്കുള്ള ദൂരമുള്ള ട്രേഡുകൾ എടുക്കാം. അതായത് എൻട്രി പോയിന്റ് സ്റ്റോപ്പ് ലോസിലേക്ക് 10 പോയിന്റ് ആണ് ദൂരമെങ്കിൽ ഇവിടെ ഒരു 15 പോയിന്റെങ്കിലും മിനിമം ദൂരമുള്ള ടാർഗറ്റിലേക്കുള്ള ട്രേഡുകളെ നമ്മൾ എൻട്രി തൊടാവുള്ളൂ. എത്ര ഇല്ലേ നമുക്കറിയില്ല, പക്ഷെ അത്രയെങ്കിലും ടാർഗറ്റിലേക്ക് ദൂരത്തിന് സാധ്യതയുള്ള ട്രേഡുകൾ എടുക്കാം. അതായത് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ 1.5 ഇരട്ടിയെങ്കിലും ടാർഗറ്റിലേക്കുള്ള ദൂരമുള്ള ട്രേഡുകളെ പ്രയോറിറ്റി കൊടുക്കും.